സ്റ്റേഡിയ വിവാദം രാഷ്ട്രീയമായി നേരിടാൻ CPM കോൺഗ്രസ് മുതലെടുപ്പിന് അവസരമൊരുക്കുന്നതെന്ന് GCDA കൗൺസിലിലെ പാർട്ടി ഫ്രാക്ഷനിൽ ധാരണയായി. സ്റ്റേഡിയം കൈമാറ്റത്തിൽ GCDAക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് ചെയർമാൻ K. ചന്ദ്രൻപിള്ളയും CPM ജില്ലാ നേതൃത്വവും ആവർത്തിച്ചു. കുറേയേറെ വന്നിട്ടുണ്ട്. എല്ലാം മാധ്യമങ്ങൾക്ക് കൊടുക്കുക, ഒന്നും മറയ്ക്കാനില്ല. കരാറുണ്ടെങ്കിൽ അത് പുറത്തുവിടും, അതിന്റെ രേഖകൾ പുറത്തുവിടും. ഇല്ല, സ്പോർട്സ് കേരള ഫൗണ്ടേഷന് സ്റ്റേഡിയം മാച്ചിന് വേണ്ടി തയ്യാറാക്കാൻ കൈമാറിയിട്ടുണ്ട്. അത് രേഖാപരമാണ്. അത്രയും. സ്പോൺസർക്ക് കൈമാറിയതാണ് ഇതിലെ വിവാദം. സ്പോൺസർക്ക് GCDA കൈമാറിയിട്ടില്ല, അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നിട്ടില്ല. ഈ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു PSU ആണ്. അതിന്റെ MD വിഷ്ണുരാജ് IAS ആണ്. അത് ഗവൺമെന്റ് സ്ഥാപനമാണ്. അവർക്കാണ് കൈമാറിയിട്ടുള്ളത്. GCDയും സ്പോൺസറും തമ്മിൽ നേരിട്ട് ഇടപാടുകളൊന്നുമില്ല. അവര് അവിടുത്തെ ടൂർണമെന്റ് കൊണ്ടുവന്നിരുന്നതിലേക്ക് ഞങ്ങൾ ബന്ധമുണ്ട്. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മേൽനോട്ടമുണ്ട്. സ്റ്റേഡിയം കൈമാറ്റത്തിൽ ഒരു നേരിട്ടുള്ള ഇടപാട് കൈമാറ്റം അവർക്ക് കൈമാറിയിട്ടില്ല. SKF കൊടുത്തിട്ട് കേരള ഗവൺമെന്റ് സ്ഥാപനത്തിനല്ലേ കൊടുത്തിട്ട് കളി നടക്കണ്ടേ? ഇഷ്ടമുള്ളതും ചെയ്യാൻ പറ്റില്ല. അതിന് മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ചെയ്യുന്ന ഓരോന്നും കൃത്യമായി പരിശോധിച്ച് എത്ര പണം മുടക്കി എന്ത് ചെയ്തു, ആര് പറഞ്ഞു 70 കോടി. അപ്പൊ അതിന് എനിക്കെന്താ ഉത്തരവാദിത്വം? സ്പോൺസർ 70 കോടി എന്ന് പറയുന്നത് ഞാൻ ഏറ്റെടുക്കണം. അവിടെ നടത്തേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ലൈറ്റുകൾ മാറ്റലാണ്. ലൈറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോൾ അവിടെ ഉള്ളത് ഹാലോജൻ ലൈറ്റുകളാണ്. LED വേണമായിരുന്നു, അതിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അത് ഈ കളിക്ക് വേണ്ടി സ്റ്റേഡിയം ക്വാളിഫൈ ചെയ്യുന്ന നടപടികളിൽ ഒന്നാണ്. നിങ്ങളുടെ ആവശ്യം അതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്, അത് ചെയ്ത് തെറ്റായി പോയി എന്നാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? പൊതുമുതലാണല്ലോ GCDയുടെ പൊതുമുതലായിട്ട് ഒരു ടെൻഡർ നടപടികളോ അല്ലെങ്കിൽ സുതാര്യമായിട്ടുള്ള ലേലം വിളിയോ അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ ഈ ആവേശമെല്ലാം നല്ലത് തന്നെയാണ്. ചുരുങ്ങിയ ദിവസങ്ങൾക്കകത്ത് അവിടുത്തെ വർക്കുകൾ തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റേഡിയം കൈമാറി. ഒന്നാമത് GCDA നേരിട്ട് പണം മുടക്കുന്നില്ല. മെസ്സി വരണമെന്നും ഇവിടെ ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ കളികൾ നടക്കണമെന്നുള്ളത് കേരളത്തിന്റെയും നമ്മുടെ നാടിന്റെ എല്ലാവരുടെയും ആവശ്യമാണ്. മുഴുവൻ കായിക പ്രേമികളും വളരെ ആവേശത്തിലായിരുന്നു ഇതിനെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏറ്റവും ഒടുവ് വന്ന വാർത്ത പ്രകാരം അതിന്റെ ഡേറ്റ് മാറുന്നു എന്ന വാർത്ത പുറത്തു വന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രാഷ്ട്രീയമായി ചോദിക്കുന്നതിനോ മറുപടി പറയണതിനോ ഒന്നും ഒരു പ്രയാസമില്ല. പക്ഷെ ഇന്നലെ വൈകുന്നേരം നമ്മൾ കണ്ടത് എന്താണ്? ആ സ്റ്റേഡിയത്തിലേക്ക് ഒരു സംഘം അതിക്രമിച്ച് കയറുന്നു. അത് നശിപ്പിക്കാൻ ആവശ്യമാവുന്ന രൂപത്തിലേക്ക് ഒരു ഇന്റർനാഷണൽ മാച്ച് കളിക്കുമ്പോൾ നടത്തേണ്ട സൂക്ഷ്മതയോടെയുള്ള പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും ആ പ്രവർത്തനം പൂർത്തീകരിച്ച് വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിലേക്ക് അതിക്രമിച്ച് കയറുകയാണ്. എന്തിനാണ് അങ്ങനെ കയറുന്നത്? അപ്പം മെസ്സി വരരുത്, ഈ പരിപാടി നടക്കരുത് എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്നല്ലേ അത് കാണിക്കുന്നത്. അപ്പം രാഷ്ട്രീയമായി ആക്രമിക്കാനുള്ള ഒരു സാഹചര്യം ഇതിനെ മാറ്റുകയും ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ ഇത് അലങ്കോലപ്പെടുത്താൻ കഴിയുമോ എന്ന നിലയിലേക്കാണ് കോൺഗ്രസ് ഈ കാര്യങ്ങൾ കൊണ്ടുവന്നത്. അത് തെറ്റാണ്. കോൺഗ്രസ് ആ തെറ്റ് പറ്റിയെന്നുള്ള ആളുകളോട് പറയണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷേപങ്ങളോ മറ്റു കാര്യങ്ങളോ സംശയങ്ങളോ ഉന്നയിക്കാനുണ്ടെങ്കിൽ അതിനെല്ലാം ഉള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞങ്ങൾ അതിനൊന്നും എതിർക്കുന്നതല്ല, അതൊക്കെ ഉന്നയിക്കാവുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തി രാഷ്ട്രീയ പ്രേരിതമാക്കി ഈ കേരളത്തിൻ്റെ കായിക അന്തരീക്ഷത്തെ ലോകത്തിൻ്റെ മുന്നിലേക്ക് കാണിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ കേരളത്തെ തന്നെ ലോകത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഇത്തരം സാധ്യതകളെ നശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ടാണ് അത് അവർ രാഷ്ട്രീയ പ്രേരിതമാണ്, തെരഞ്ഞെടുപ്പിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അടവ് സമീപനമൊക്കെ ആയിട്ട് ഇത്തരം നല്ല പ്രവർത്തിയെ പോലും മാറ്റി